ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പാലട പായസം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പായസം റെഡിയാക്കാം. അതിനൊരു പാത്രത്തിലേക്ക് 2 പാക്കറ്റ് പാല് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലട പായസം മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 25-30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ പാലട വേവിച്ചെടുക്കാം. പായസം റെഡി ആകുമ്പോഴേക്കും ഒരു 3 എഗ്ഗ് വെച്ചിട്ട് ഒരു വാനില കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ പാലട നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വെക്കാം. കേക്ക് ചൂടാറിയതിനു ശേഷം 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. ബോർഡിൽ കുറച്ച് ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പായസത്തിലെ പാല് അരിച്ച് മാറ്റിയിട്ടാണ് കേട്ടോ കേക്ക് വെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. കേക്ക് നന്നായി വെറ്റായതിനു ശേഷം ക്രീം ഇട്ട് കൊടുക്കാം. സൈഡിലൊരു ബോർഡർ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പായസം നിറച്ച് കൊടുക്കാം. മുകളിലായി കുറച്ച് കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും വെച്ച് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി അരമണിക്കൂർ കേക്ക് ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം കേക്ക് ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നല്ലോണം ക്രീം തേച്ച് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. മുകളിലായി ഒരു ബോർഡറും കൂടി വരച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ നടുവിലായി പായസം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാൻ വെക്കണം. അതിനുശേഷം കേക്ക് മുറിക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.